ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 4 അതീന്ദ്രിയ ജ്ഞാനം. ശ്ലോകം 2. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേ നേഹ മഹദാ യോഗോ നഷ്ടപരം തപാം. വിവർത്തനം. അങ്ങനെ ശിഷ്യപരമ്പരയിലൂടെ പകർന്നുകിട്ടിയ ഈ സർവോത്കൃഷ്ടമായ ശാസ്ത്രം രാജർഷികൾ ശരിയായി മനസ്സിലാക്കിയിരുന്നു. കാലക്രമേണ ആ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോവുകയും ഇത് നഷ്ടപ്രായമാവുകയും ചെയ്തു. ഭാവാർത്ഥം. പ്രജാഭരണ കൃത്യത്തിൽ ഉപയോഗിക്കണമെന്ന് ഉദ്ദേശിക്കപ്പെട്ടിരുന്നതിനാൽ ഋഷിതുല്യരായ രാജാക്കന്മാരാണ് ഗീതോപദേശത്തിന് പാത്രീഭവിച്ചത് എന്നിവിടെ വ്യക്തമാകുന്നു. തങ്ങൾക്ക് തോന്നിയതുപോലെ ഓരോ വ്യാഖ്യാനം നൽകുകയും ആർക്കും പ്രയോജനപ്പെടാത്ത വിധം അതിന് മൂല്യച്യുതി വരുത്തുകയും ചെയ്യുന്ന ആസുര സ്വഭാവികൾക്കായി ഉപദേശിക്കപ്പെട്ടതല്ല ഭഗവത്ഗീത. അവിവേകികളായ ഭാഷ്യകാരന്മാരുടെ നിഗമനങ്ങൾ മൗലികോദ്ദേശ്യത്തെ തകർത്തു വിട്ടപ്പോൾ ശിഷ്യ പാരമ്പര്യത്തെ പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യമായി തീർന്നു. 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ശിഷ്യ പരമ്പരയിൽ നേരിട്ട ഈ വിടവിനെ ഭഗവാൻ കണ്ടറിയുകയും ഗീതയുടെ ഉദ്ദേശം നഷ്ടപ്രായമായെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. ഇക്കാലത്തും വിശേഷിച്ച് ഇംഗ്ലീഷിൽ ഗീതയുടെ പകർപ്പുകൾ അനേകമുണ്ട്. പ്രായേണാവ ആധികാരികമായ ശിഷ്യ പാരമ്പര്യം അനുസരിച്ച് ഉള്ളതല്ല. ഭൗതികവാദികളായ ഒട്ടേറെ പണ്ഡിതന്മാർ ഭഗവത്ഗീതയ്ക്ക് വിവിധ വ്യാഖ്യാനങ്ങൾ ചമച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സർവോത്തമ വ്യക്തിത്വത്തെ അംഗീകരിച്ച് കൊടുക്കുന്നവ അക്കൂട്ടത്തിൽ നന്നേ ചുരുങ്ങും. എങ്കിലും കൃഷ്ണന്റെ വചനങ്ങളിൽ നിന്ന് അവരെല്ലാം മുതലെടുക്കുന്നുണ്ടതാനും. ആസുര സ്വഭാവമാണിത്. ദൈവീകമായ സമ്പത്ത് അനുഭവിക്കുന്നുവെങ്കിലും അസുരന്മാർ ദൈവത്തിൽ വിശ്വസിക്കാറില്ലല്ലോ. പരമ്പരാഗതമായ വിധത്തിൽ ഭഗവത്ഗീതയുടെ ഒരു പതിപ്പ് അത്യന്തം ആവശ്യമായതിനാൽ ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഉദ്യമമാണിത്. ഭഗവത്ഗീത മനുഷ്യവർഗത്തിന് മഹത്തായൊരു വരദാനമാണെന്നത് സർവസമ്മതമത്രേ. പക്ഷേ അതിൻ്റെ തനിമയിൽ അംഗീകരിക്കണമെന്നു മാത്രം. തത്വജ്ഞാനപരങ്ങളായ ഊഹാപോഹങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഉപന്യാസമെന്ന നിലയിൽ അത് പഠിക്കുന്നത് കേവലം സമയം പാഴാക്കലാണ്. ശ്ലോകം 3. സയേവായം മയാ തേദ്യ യോഗ പ്രോക്താ പുരാതനഃ ഭക്തോസി മേ സഖാ ചേത് രഹസ്യം ഹേതത്യുത്തമം. വിവർത്തനം. നീ എൻ്റെ ഭക്തനും മിത്രവുമായതുകൊണ്ടാണ് പരമപുരുഷനുമായി ബന്ധപ്പെടുത്തുന്ന ഈ പുരാതന ശാസ്ത്രം ഞാൻ വിവരിച്ചു തരുന്നത്. അതുകൊണ്ട് അതീന്ദ്രിയമായ ഈ ഗുപ്തജ്ഞാനം ഗ്രഹിക്കുവാൻ നിനക്ക് കഴിവുണ്ട്. ഭാവാർത്ഥം. മനുഷ്യർ 2 തരത്തിലാണ്, ഭക്തരും അസുരരും. തൻ്റെ ഭക്തനായതുകൊണ്ടാണ് ഭഗവാൻ അർജുനനെ ഈ മഹത്തായ ശാസ്ത്രം പഠിക്കാൻ അധികാരിയായി സ്വീകരിച്ചത്. ഒരസുരന് ഈ രഹസ്യജ്ഞാനം ഗ്രഹിക്കാൻ സാധ്യമല്ല. ഈ വൈജ്ഞാനിക ഗ്രന്ഥത്തിന്, ഗീതയ്ക്ക്, അസംഖ്യം പതിപ്പുകൾ വേറെയുമുണ്ട്. ചിലത് ഭക്തന്മാരാൽ രചിച്ച വ്യാഖ്യാനങ്ങൾ ഉൾക്കൊള്ളുന്നു, മറ്റു ചിലത് അസുര നിർമ്മിതങ്ങളായവയും. ഭക്തന്മാരുടെ വ്യാഖ്യാനം സത്യം വെളിവാക്കുന്നു, അസുരന്മാരുടേത് നിഷ്പ്രയോജനങ്ങളാണ്. കൃഷ്ണനെ പരമപുരുഷനായ ഭഗവാനായിട്ടാണ് അർജുനൻ കാണുന്നത്. അർജുനന്റെ വഴി പിന്തുടരുന്ന ഗീതാഭാഷ്യമേതും ആ മഹത്തായ ശാസ്ത്രത്തിന് യഥാർത്ഥ സേവനമാകുന്നു. അസുരന്മാരാകട്ടെ കൃഷ്ണനെ പറ്റി എന്തെല്ലാമോ കെട്ടിച്ചമയ്ക്കുകയും വായനക്കാരെ കൃഷ്ണന്റെ ഉപദേശങ്ങളിൽ നിന്ന് വഴിതെറ്റിക്കുകയും ചെയ്യുന്നു. അസുരന്മാർ കൃഷ്ണനെ ഭഗവാനായി അംഗീകരിക്കുന്നില്ല. വഴിപിഴപ്പിക്കുന്ന ഈ പോക്കിനെതിരെ ഒരു മുന്നറിയിപ്പ് നൽകുകയാണിവിടെ ചെയ്യുന്നത്. അർജുനനിൽ നിന്ന് തുടങ്ങുന്ന ശിഷ്യപരമ്പരയെ പിന്തുടരാൻ ശ്രമിക്കുകയും ഉത്കൃഷ്ടമായ ഈ ഭഗവത്ഗീതയിൽ നിന്നും പ്രയോജനം നേടുകയും ചെയ്യണം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.